പൊതുവിൽ ഒരുപാട് ഈ ഇൻ്റർവ്യൂവിലും ഈ ഗുരുക്കന്മാരും ഒക്കെ പറയാറുണ്ട്, ഈ ലഘു മന്ത്രങ്ങൾ അല്ലെ സാധാരണ മന്ത്രങ്ങൾക്ക് ഗുരുവിൻ്റെ ആവശ്യമില്ല. കാരണം അത് അപ്പോൾ തന്നെ ഗുരുക്കന്മാരെല്ലാം അത് തുറന്നു വെച്ചിരിക്കുകയാണ്. ഈ കീലകം എന്നൊരു പദ്ധതി ഉണ്ടല്ലോ തന്ത്രത്തിൽ. അപ്പോൾ ആ മന്ത്രങ്ങൾക്ക് ഓൾറെഡി കീലകം ഇട്ട് അതിൻ്റെ ശക്തിയെ തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾക്കത് ജപിച്ചു പോകുന്നതിന് തെറ്റില്ല. അതുകൊണ്ട് പ്രയോഗങ്ങൾ ചെയ്യുന്നില്ലല്ലോ ആരും, സാധാരണ മന്ത്രങ്ങളെ കൊണ്ട് പ്രയോഗങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് ഗുരുപദേശമില്ലാതെ ഓം നമഃ ശിവായോ നമോ നാരായണായോ അല്ലെങ്കിൽ ഗണപതയോ നമ എന്തെങ്കിലും സാധാരണ മന്ത്രങ്ങൾ ചെല്ലുന്നതിൽ തെറ്റുണ്ടോ? നാരായണയൊക്കെ ചെല്ലാറുണ്ടല്ലോ ആളുകൾ. നമഃ ശിവായ ചെല്ലുന്നതിലും തെറ്റില്ല. നമഃ ശിവായൊക്കെ ചെല്ലാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കുറേ കഴിയുമ്പോഴത്തേക്കും ചില സംഗതികൾ ഒരു പ്രപഞ്ചം തന്നെ ഒന്ന് ജനറൈസ് ചെയ്യും. ഇപ്പം നമ്മളൊരു വൈദിക വിവാഹം, നമ്മളിപ്പം സോമനും ഇന്ദ്രനും യമനും ഒക്കെ ആഹുതികൾ കൊടുക്കുകയാണ് ഈ പദ്ധതിയെ, ഈ വിവാഹത്തെ സ്ഥിരപ്പെടുത്താനായിട്ട്. ഇതൊന്നുമില്ലാണ്ട് ഒരാൾ ഒരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടി, എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ നാട്ടുകാർ അംഗീകരിക്കുന്ന പോലെ ഇവരും അംഗീകരിക്കും. കുറച്ച് കാലം കൊണ്ട് അത്രേ ഉള്ളൂ. അപ്പം ഒന്നും ഒരു 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 പ്രശ്നമല്ല. ഇപ്പോൾ ഒരു സ്ഥലം, ഒരു കെട്ടിടം പൊളിച്ചു, നമ്മൾ വാസ്തുബലി കഴിക്കും. വാസ്തുബലി കഴിച്ചാൽ ആ വാസ്തുദേവതകൾക്കുണ്ടായ സ്ഥാനഭ്രംശത്തെ നമുക്ക് പെട്ടെന്ന് റെഗുലേറ്റ് ചെയ്യാം. നമ്മൾ ചെയ്തില്ലെങ്കിൽ 10-12-15 കൊല്ലം എടുത്തിട്ടത് സാവധാനമാവും. പക്ഷെ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ സഹിക്കേണ്ടി വരും. അതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് മന്ത്രങ്ങൾ വരാറുണ്ട്. അത് കണ്ട് ഒരുപാട് പേരത് ജപിക്കാറുണ്ട്, സാധന ചെയ്യാറുണ്ട്. സാധന എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അത് എത്രത്തോളം സേഫാണ്? കാരണം ഈ മന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ആ സാധകൻ വിഭ്രാന്തി പോലുള്ള സ്റ്റേറ്റിലേക്ക് പോകുന്നു കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സേഫാണ്? ആളുകൾ ഈ യൂട്യൂബ് നോക്കിയും അല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാർ യൂട്യൂബ് വഴി മന്ത്രദീക്ഷ കൊടുക്കാറുണ്ട്. അത് എത്രത്തോളം സേഫാണ്? ഒട്ടും സേഫല്ല. ഇത് മന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുത്ത് 3000 ശിഷ്യന്മാർ, 5000 ശിഷ്യന്മാർ, ഇത് നമ്മൾ എന്താ സംഘടന രൂപീകരിക്കാനോ അഖാഡ ഉണ്ടാക്കാനോ ഒന്നും പോകുന്നതല്ലത്. ഇത്രയൊന്നും കൊടുക്കാനില്ലത്. അല്ലെ 10 പേർക്ക് വരെ, അല്ലെ 15 പേർക്ക് വരെ അപ്പുറത്തേക്കൊന്നും ഒരാളെ ശ്രദ്ധിക്കാൻ പോലും ഒരാൾക്ക് സാധിക്കില്ല. ഇപ്പോൾ ഈ നഴ്സറി കുട്ടികളെ നോക്കുന്ന ടീച്ചറിൻ്റെ അവസ്ഥയായിരിക്കും. ഇവരെന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു നോക്കാൻ ഈ ആചാര്യന് നേരം ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ ബിസിയാവും. ഇവർ ചെയ്യുന്നതിനൊക്കെ സമാധാനം പറ. ആർക്ക് മന്ത്രോപദേശം ചെയ്തോ അവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ 25% ഗുരുവിന് കിട്ടുന്നത്. അതായത് സൽക്കർമ്മം ചെയ്താൽ 25% അതിൻ്റെ ഫലം ഗുരു അനുഭവിക്കാം. അവൻ ചെയ്യുന്ന ദുഷ്കർമ്മത്തിൻ്റെ 25% കൂടി ഗുരു അനുഭവിക്കണം. അപ്പോൾ യൂട്യൂബിൽ കൂടെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ ഇതിൻ്റെ ഫലം എവിടെ ചെന്ന് ഇതെല്ലാം അനുഭവിച്ച് തീർക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഞാൻ പിന്നെ ഇതിനൊന്നും, ഓരോരുത്തർക്ക് ബുദ്ധി ഓരോ രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പം എൻ്റെ ശരിയാവില്ല ഇപ്പോൾ അങ്ങയുടെ ശരി എന്ന് പറയുന്നത്. അപ്പം ഞാനതിനൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായി. ഒരു മന്ത്രദീക്ഷയ്ക്ക് ഗുരു നിർബന്ധമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ഒരുപാട് കപട സന്യാസിമാരും കപട ഗുരുക്കന്മാരും ഒക്കെ ഉണ്ട്. ഒരുപാട് നമ്മൾ തന്നെ കാണാറുണ്ട് ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു യഥാർത്ഥ ദീക്ഷ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സാധകനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഗുരുവിനെ കണ്ടെത്തുക? ഗുരു നിങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത്. ഗുരുവിനെ പോയി അങ്ങോട്ട് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ പോയി അങ്ങോട്ട് ഗുരുവിനെ കണ്ടെത്തുന്നവരാണ് സാധാരണഗതിയിൽ ചില ആളുകളുടെ കയ്യിലൊക്കെ പെട്ടുപോകും, വലയിൽ വീണ് പോകുന്നത്. പിന്നെ രക്ഷയില്ല. ഈ പദ്ധതി മാത്രമല്ല, നമ്മൾ യോഗസാധന ചെയ്യുമ്പോൾ തന്നെ ഈ പദ്ധതിയിൽ തന്നെ വെച്ച് നമുക്ക് അനുഭൂതികളെ തന്ന് ഞാൻ തന്നെയാണ് ശങ്കരാചാര്യസ്വാമി, ഞാൻ തന്നെയാണ് ചട്ടമ്പിസ്വാമി എന്നൊക്കെ തോന്നിപ്പിച്ച് നമ്മളെ കൊണ്ടുപോകും, പല സിദ്ധികൾ കാണിച്ചു തരും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇദ്ദേഹം തന്നെയാണെന്ന് ധരിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകൾ വരെ ഉണ്ട്. ഇവരൊക്കെ അവിടെ വെച്ചിട്ട് ഭ്രഷ്ടായി പോയതാണ്. ഗതി കിട്ടാതെ അവിടെ കിടക്കുക. ഇവരൊന്നും തന്നെ ഈ നമ്മൾ പറയുന്ന ശരിയായ ഗുരുവല്ല. അവനവൻ്റെ ഗുരു അവനവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാക്ഷാൽ ഈശ്വരകടാക്ഷം അല്ലാതെ വേറെ ഒന്നും അതിന് മാർഗ്ഗമില്ല. യോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. യോഗം ഇല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും, ആളെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ ഇപ്പോൾ താങ്കളുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരാൾ ദീക്ഷ ചോദിച്ച് വരികയാണെന്നിരിക്കട്ടെ, എങ്ങനെയാണ് ആ വ്യക്തി ഇതിന് യോഗ്യനാണ് എന്ന ഒരു പരീക്ഷണം ഉണ്ടാവുമല്ലോ, എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കേണ്ടത്. ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്ന ആളൊന്നുമല്ല, എനിക്ക് കൊടുക്കാൻ ഉദ്ദേശമില്ല. പക്ഷേ എന്നാൽ സാധാരണഗതിയിലൊരു അയാൾ എന്താണെന്ന് അയാളെ തന്നെ ബോധ്യപ്പെടുത്തണം. അയാൾ എന്താണെന്ന് അയാൾ നമ്മളെ ബോധ്യപ്പെടുത്തണം. നമുക്കത് ഉറപ്പായ മാത്രം പറഞ്ഞു കൊടുക്കണം. അതിന് തല ചോദിച്ചാൽ വെട്ടിക്കൊടുക്കാം.
പക്ഷെ വിദ്യ കൊടുക്കരുത്. വിദ്യ കൊടുക്കരുത്. അത് വരുന്ന ആളുടെ ജാതകം നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സ് അതിൻ്റെ പിന്നിൽ? ജാതകത്തിൽ ജനിച്ച കാലത്തുള്ള ഗ്രഹനിലയിലേ ഉള്ളൂ. ഇവൻ്റെ കയ്യിലിരിപ്പം എന്താണെന്ന് എങ്ങനെ അറിയും? കർമ്മഫലം അറിയാൻ കഴിയില്ല. അതറിയണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പരീക്ഷണങ്ങളിലൂടെ അവിടെയാണ് പെടുന്നത്, പരീക്ഷിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഗുരുകുലത്തിൽ കൂടെ താമസിപ്പിച്ച് കുറേ കാലം. അതെ. ഇപ്പോൾ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സാധകന് അല്ലെ സാധന ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് എങ്ങനെ ഇതിലേക്ക് ഇറങ്ങാൻ കഴിയും? എന്താണ് താങ്കളുടെ ഒരു കുറേ കാലം നാമം ജപിക്കുക. നാമജപം, സാധാരണ നാമജപം, ഹരിനാമകീർത്തനം. ആദ്യം മനസ്സിലാക്കേണ്ടത് മന്ത്രങ്ങളെല്ലാം തന്നെയും അക്ഷരങ്ങളെ ബേസ് ചെയ്താണ്. 50 അക്ഷരങ്ങളാണ് ഉള്ളത്. ആ മുതൽ ക്ഷ വരെയുള്ള 50 അക്ഷരങ്ങളാണ് നമ്മളുടെ മൂലാധാരം തൊട്ട് ആജ്ഞാചക്രം വരെയുള്ള 6 ആധാര ചക്രങ്ങളിൽ 50 ദളങ്ങളിലായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 20 ആവർത്തനമാണ് സഹസ്രാരചക്രം. അപ്പം അക്ഷരം എന്ന് പറയുന്നത് ശരീരം തന്നെയാണ്. അക്ഷരത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പൂജയിൽ ലിവിന്യാസവും നമ്മൾ കലശപൂജകളിലെ ലിപിപങ്കജ പൂജയും ഒക്കെ വരാനുള്ള കാരണം ഈ മൂലാക്ഷരന്യാസവും എല്ലാം വരാൻ ഈ അക്ഷരങ്ങൾ തന്നെയാണ് ദേവത എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായി. അപ്പോൾ അക്ഷരങ്ങളെ പറ്റി നല്ല ധാരണ വരണമെങ്കിൽ ഹരിനാമകീർത്തനം ചൊല്ലിയാൽ മതി. അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള അക്ഷരങ്ങളിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ഞാനിപ്പോഴും എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ എഴുത്തച്ഛനെ വെറും ഒരു തത്തയെ കൊണ്ട് പാട്ട് പാടിച്ച ആളായിട്ട് കാണരുത്. ആ തത്ത എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവതിയാണ്. താർമകൾ കൻപുള്ള തത്തയെ വരികടോ എന്നാണ് വിളിക്കുന്നത്. താർമകൾ എന്ന് പറയുന്നത് പാർവതിയാണ്. പാർവതിയുടെ കയ്യിലിരിക്കുന്ന മാതങ്കിയുടെ കയ്യിലിരിക്കുന്ന തത്തയാണ് അദ്ദേഹത്തിന് ആ വിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. ആ തത്തയാണ് വിദ്യ. തത്ത പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോണ്ട് രസിച്ചിരിക്കുകയാണ് പാർവതി. അങ്ങനെയാണ് മാതങ്കിയുടെ ധ്യാനം. അപ്പോൾ ആ തത്തയിൽ സ്വാധീനമുള്ള അല്ലെങ്കിൽ ആ മാതങ്കിയിൽ സ്വാധീനമുള്ള എഴുത്തച്ഛൻ എഴുതി വെച്ച ഒരു വൈഷ്ണവ കൃതി അല്ലെങ്കിൽ അതൊരു ഈശ്വര കൃതി എന്ന് പറയുന്നത് ഹരിനാമകീർത്തനാണ്. നോക്കിക്കോളൂ, ഇന്ന് ഞാൻ ഈ പറയുന്ന മുഴുവൻ സാധകരുടെയും നിങ്ങൾ നോക്കിക്കോളൂ, സാധന എന്ന് പറയുന്ന ഒരു പന്താവിലേക്ക് വന്ന മുഴുവൻ ആളുകളെ എടുത്ത് പരിശോധിച്ചോളൂ. എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനമോ അല്ലെങ്കിൽ അധ്യാത്മരാമായണത്തിലെ അഗസ്ത്യ ഹൃദയമോ രണ്ടിലേതെങ്കിലും ഒന്ന് പാരായണം ചെയ്യാത്ത ഒരാളും കാണില്ല. ഇപ്പം പരിശോധിച്ച് നോക്കൂ, അവനവൻ സ്വയം പരിശോധിച്ചാൽ മതി. ഇനി ഇതായിട്ടില്ലേ ചെയ്തോണം. ഹരിനാമകീർത്തനത്തിലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹരിനാമകീർത്തനത്തിൽ ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമെന്ന്. നമ്മളുടെ മുഴുവൻ ഹിന്ദു അല്ലെങ്കിൽ നമ്മളുടെ ധർമ്മം പറയുന്ന മുഴുവൻ ഫിലോസഫിയും അദ്വൈത ദർശനം മുതൽ അതിലുണ്ട്. ആ 4 വരിയിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രയും മനോഹരമായൊരു ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. തോന്നുന്നതാകിൽ അഖിലം ഞാൻ എന്ന വഴി തോന്നണമേ എന്നാണ് ചോദിച്ചത്. അദ്വൈത ദർശനം മുഴുവൻ ആ 4 വരി. ഞാൻ എന്ന് പറയുന്നത് അവനവൻ്റെ അഹന്തയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ എന്നുള്ള ബോധം. ആ ഞാൻ എന്നുള്ള ബോധം നശിക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ പ്രപഞ്ചം മുഴുവൻ ഒന്നായിപ്പോയി. ഞാനില്ല. സാക്ഷാൽ ശ്രീവിദ്യയുടെ ദർശനമാണ്. പ്രപഞ്ചം മുഴുവൻ പൂർണ്ണമായിട്ടും പ്രപഞ്ചം ഒന്നായി തീരുമ്പോൾ ഞാനില്ല. പിന്നെ ഇല്ല. പറഞ്ഞത് മനസ്സിലാവും. ഞാൻ ലയിച്ചു പോയി. ഇപ്പം ഒരു ഉപ്പ് തരി എടുത്ത് കടലിലേക്ക് ഇട്ടാൽ ആ അവസ്ഥയായിരിക്കണം ഒരു ശ്രീവിദ്യ ദീക്ഷ കഴിഞ്ഞ ആളുടെ അവസ്ഥ. അവിടെ അവനവൻ്റെ കുലബോധം പോകണം, ആഭിജാത്യം പോകണം, അവനവൻ്റെ ജാതിബോധം പോകണം, അവനവൻ്റെ സ്വത്വബോധം പോകണം. സകല സാധനവും ലയിച്ചു പോയിട്ട് ഞാനില്ല. ഈ ഭൗതികമായിട്ട് എന്നെ നോക്കുമ്പോൾ ഉണ്ടെന്നല്ലാതെ സത്യത്തിൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ മനസ്സിൽ നിന്ന് പോയി, ബുദ്ധിയിൽ നിന്ന് പോയി, സകലതും പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന എന്താണോ അവസ്ഥ അതാണ് ആനന്ദജന്മയ എന്നുള്ള ആ വരിയിൽ എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണല്ലോ ഒന്നായ നിന്നെ രണ്ടെന്ന കണ്ടളവിൽ നിന്ന് എല്ലാത്തിലും ഇത്രയും വളരെ ലഘുവായ വരികളിലൂടെ വളരെ ഹെവി ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് മന്ത്രം കഴിഞ്ഞു. മന്ത്രത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞു. അടുത്തത് യന്ത്രമാണ്. എന്താണ് തന്ത്രത്തിൽ യന്ത്രത്തിൻ്റെ പ്രാധാന്യം? പഞ്ചഭൂതങ്ങളെ കൊണ്ടിട്ടാണ് എല്ലാ വസ്തുക്കളെയും നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയാണ്ട് തന്നെ അറിയാവുന്നതാണ്. ഓരോ ഭൂതത്തിനും അല്ലെങ്കിൽ ഓരോ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനെയും നമ്മൾ ജിയോമെട്രിക്കലായിട്ടുള്ള ഓരോ ഷേപ്പ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പൃഥ്വിയെ നമ്മൾ ചതുരം കൊണ്ടും അഗ്നിയെ ത്രികോണം കൊണ്ടും ഒക്കെയാണ്. അപ്പം ഇതിൻ്റെ കോമ്പിനേഷനാണ് എല്ലാ ദേവതയും. മൂർത്തികളെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ. അതെ. ഈ കോമ്പിനേഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ യന്ത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ എന്താണോ പ്രപഞ്ചം അതിൻ്റെ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് ശ്രീചക്രം. അതുപോലെ തന്നെ സുദർശനചക്രം. മറ്റ് യന്ത്രങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ അതത് യന്ത്രങ്ങളെ നമ്മൾ വരയ്ക്കുന്നതോടുകൂടി ആ ദേവതയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു എന്നാണ് സങ്കല്പം. അത് പൂജാ പദ്ധതികൾക്കാണെങ്കിൽ നമ്മൾ പഞ്ചവർണ്ണ പൊടികളെ ഉപയോഗിച്ചിട്ടാണ്. ആ 5 വർണ്ണങ്ങളും 5 ഭൂതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് ഉപയോഗിച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. അതല്ല നമ്മൾ ലോഹങ്ങളിലാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ഈ ചെമ്പ്, വെള്ളി, സ്വർണം മുതലായ ലോഹങ്ങളിലോ കൂട്ടുലോഹമായിട്ടുള്ള വെങ്കലത്തിലോ പഞ്ചലോഹത്തിലോ ചെയ്യാറുണ്ട്. അപൂർവമായിട്ട് കാരിയത്തിലും
നമ്മൾ സിങ്കിലും ഒക്കെ ചെയ്യുന്ന ചില യന്ത്രങ്ങളും വേറെയുണ്ട്. അത് പ്രത്യേക കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഇപ്പോൾ നിരീശ്വരനായ ഈശ്വരനെ എന്താ പറയുക, നിരാകാരനായ ഈശ്വരനെ നമുക്ക് എളുപ്പത്തിൽ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണല്ലോ യന്ത്രവും വിഗ്രഹവും വരുന്നത്. അപ്പോൾ ഈ ഒരാൾക്ക് വിഗ്രഹം വെച്ച് ആരാധിക്കുന്നതാണോ അതോ യന്ത്രം വെച്ച് ആരാധിക്കുന്നതാണോ കുറച്ചുകൂടി എളുപ്പം അല്ലെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതം? ഒക്കെ ഓരോരുത്തരുടെ ഭാവന പോലെയാണ്. ഇപ്പം സ്മൃതിയിൽ പറയുമ്പം ശൈലി ദാരുമയി ലോഹി ലിപി ലേഖ്യാജ സൈഗതി മന്ത്രമയി മണിമയി മനോന്മയി പ്രതിമാഷ്ടവിധോ സ്മൃത എന്നാണ്. സ്മൃതിയിൽ 8 തരത്തിലുള്ള വിഗ്രഹങ്ങളെ പറയുന്നുണ്ട്. ശൈലി, ദാരുമയി, ദാരു തടി കൊണ്ടുള്ളത്, ലിപി ലേഖ്യ വരച്ചത് എഴുതിയത്, മണികൾ രുദ്രാക്ഷം സാളഗ്രാമം പോലെയുള്ള, മന്ത്രമയി മന്ത്രം മാത്രം ഉപയോഗിച്ചത് മണി, മനോന്മയി മനസ്സിൽ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഏറ്റവും അവസാനം ഒരു ശൂന്യതയിൽ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഇപ്പം ഒരു പീഠത്തിൽ ഞാൻ ആ പീഠത്തിൽ ഒരു ദേവതയെ സങ്കല്പിച്ച് ആ ദേവത നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിലും സൂക്ഷ്മമായ രൂപത്തിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ യന്ത്രമോ ഒരു ഇപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ യന്ത്രം വാങ്ങാൻ കിട്ടും. ഈവൻ ശബരിമലയിൽ പോലും അങ്ങനെ ഒരു പതിവ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യന്ത്രം നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ശ്രീചക്രം തന്നെ വീട്ടിൽ വാങ്ങി വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ യന്ത്രം കൊണ്ട് ഉപയോഗമുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവും. അതല്ല, വെറുതെ വാങ്ങി വെച്ചാൽ മതി, അതിന് പ്രാണപ്രതിഷ്ഠ ചെയ്യാം. വെറുതെ എന്തിനാണ് അത് വാങ്ങുന്നത്? നോക്കൂ, എല്ലാ സംഗതികളും ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. എല്ലാം തന്നെയും ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടിയല്ല ഇതൊന്നും. ഇപ്പം സാളഗ്രാമം വീട്ടിൽ കൊണ്ടുപോയാൽ നല്ലതാണോ? സാളഗ്രാമം കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ആവശ്യം എന്താണെന്നുള്ളതാണ്. വിഷ്ണു പൂജ കഴിക്കുന്ന ആൾക്ക്, ഞാൻ ഇന്നും വിഷ്ണു പൂജ ഉണ്ട് എങ്കിൽ എനിക്കൊരു അഭിഷേകം ചെയ്ത് ഒരു തുളസിയില ചാർത്തിയാൽ എൻ്റെ വിഷ്ണു പൂജയായി. മറ്റതാണെങ്കിലോ, ഒരു പത്മം ഇടണം, കുറഞ്ഞ പക്ഷം സ്വസ്യപത്മം ഇടണം, കുറുമ്പിലും അക്ഷതം വയ്ക്കണം, അതിലൊരു വിളക്ക് കത്തിക്കണം, ഗുരു ഗണപതിക്ക് നിവേദ്യം ഉണ്ടെങ്കിൽ ഗണപതിക്ക് നിവേദിക്കണം, ഗുരുവിന് അർഘ്യം കൊടുക്കണം, തുളസി ദളങ്ങളെ കൊണ്ടുവന്ന് പീഠം പൂജിക്കണം, പീഠം പൂജിച്ച് കഴിഞ്ഞാൽ മൂർത്തി ആവാഹിക്കണം, മൂർത്തി ആവാഹിച്ച് കഴിഞ്ഞാൽ മൂർത്തി കൽപ്പനയും വ്യാപകവും എല്ലാം ചെയ്തതിന് ശേഷം മൂർത്തി പൂജ കഴിക്കണം, നിവേദ്യം വേണം, ഇതെല്ലാം വേണം. സാളഗ്രാമമാണ്, ഇതൊന്നും വേണ്ട. അഭിഷേകം ചെയ്യുക, ഒരു തുളസി പൂജ ചാർത്തുക, എന്തെങ്കിലും കൽക്കണ്ടോ മുന്തിരിയോ എന്തെങ്കിലും എടുത്ത് നിവേദിക്കുക, കഴിഞ്ഞു. അപ്പോൾ ഒരു ജോലിയെ, നമ്മുടെ ഒരു കർത്തവ്യത്തെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് യന്ത്രം ഒരു മാധ്യമം ഉപയോഗിക്കുന്നത്. അത് ആവശ്യമില്ലാത്ത ഒരാൾക്ക് ഇത് കിട്ടിയിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ഈ കാണുന്ന ലൈറ്റും ക്യാമറയും എല്ലാം എൻ്റെ വീട്ടിൽ വെറുതെ കൊണ്ടുവച്ചാൽ ഇതിരുന്ന് പൂപ്പൽ പിടിച്ച് പോകുന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഇതുകൊണ്ടുണ്ടാകുന്നുണ്ടോ? മനസ്സിലായി. പക്ഷേ ആൾക്കാർക്ക് പൊതുവിൽ സമൂഹത്തിന് അങ്ങനെയാണല്ലോ, എളുപ്പത്തിൽ ഇപ്പോൾ സ്വർണ്ണാകർഷണ ഭൈരവ യന്ത്രം, അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളുടെ കാലമാണിപ്പോൾ. അത് വെറുതെ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നേട്ടങ്ങളുണ്ടാവും എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അത് അപ്പോൾ ഈ ഒരു യന്ത്രം, ഏതൊരു യന്ത്രത്തിനും അതിൻ്റേതായ ഒരു ജാമിതീയ രൂപത്തിന്, ശ്രീചക്രത്തിനാണെങ്കിലും ആ ജാമിതീയ രൂപത്തിനൊരു ശക്തിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് പക്ഷേ ഒരു പ്രാണപ്രതിഷ്ഠ കഴിക്കാതെ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു സാധകന് പ്രാണപ്രതിഷ്ഠ നൽകി ജീവൻ നൽകാത്ത ഒരു ലോഹ കഷ്ണം മാത്രമല്ലേ ആണ്. അപ്പോൾ പ്രതിഷ്ഠ കഴിക്കാത്തടത്തോളം കാലം നമ്മൾ അതിന് വേണ്ട ഒരു യന്ത്രം എഴുതി കഴിഞ്ഞാൽ ആ യന്ത്രത്തിൻ്റെ സാധാരണ മന്ത്രദീക്ഷയുടെ പുരസ്സരണ പോലെ തന്നെ യന്ത്രങ്ങളുടെ പുരസ്സരണയുണ്ട്, ക്രമമുണ്ട്. അത് പാലിക്കണം. അത് പാലിക്കാതെ അതിന് ബലം ഉണ്ടാവില്ല. അത് അപ്പോൾ അങ്ങനെ ഒരു ശ്രീചക്രം ഞാൻ വെറുതെ വാങ്ങി വീട്ടിൽ തൂക്കുകയാണ്, അതിനെന്തെങ്കിലും വിപരീത ഫലം ഉണ്ടാവും? അതിലൊരു ദേവതയുടെ അധിവാസം ഉണ്ടായാൽ എന്ത് ചെയ്യും? അധിവാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് ആ ദേവതയ്ക്ക് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ കുടിയിരുത്തുകൾ പീഠപ്രതിഷ്ഠകളൊക്കെ ചെയ്യുന്ന സമയത്ത് പീഠം വെച്ച് കഴിഞ്ഞാൽ പീഠത്തിന് മുകളിൽ ഒരു കൂർച്ചം വെച്ച് മൂടിക്കെട്ടും. എന്തിനായിരിക്കും? അതുപോലെ തന്നെ ജീവോദ്വാസന ചെയ്ത് അർച്ചനാബിംബത്തിൽ നിന്ന്, മൂലവിഗ്രഹത്തിൽ നിന്ന് ഉത്സവമൂർത്തിയിലേക്ക് നമ്മൾ ചൈതന്യത്തെ സംക്ഷേപിച്ചാൽ, നമ്മൾ ചൈതന്യം അങ്ങോട്ടാക്കി ആക്കിയാൽ ഈ മൂലവിഗ്രഹത്തെ മഞ്ഞപ്പൊടി ഇട്ട് പട്ടുകൊണ്ട് മൂടി കൂർച്ചം വെച്ച് കെട്ടും, ദർഭ കൊണ്ട് കെട്ടും. എന്തിനാണ്? പുറത്തുനിന്ന് അങ്ങോട്ടേക്കോ അകത്തുനിന്ന് വെളിയിലേക്കോ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവാതിരിക്കാനായിട്ടാണ്. സംരക്ഷണമാണ്. അപ്പോൾ അവിടെ ദേവതയ്ക്ക് എന്തിനാണ് സംരക്ഷണം എന്ന് ചോദിച്ചാൽ ആ ദേവത അവിടെ അല്ല. ദേവത ഉത്സവത്തിലായി. പള്ളിവേട്ടയുടെ സമയത്തും ആറാട്ടിൻ്റെ സമയത്തും ദേവത ഉത്സവമൂർത്തിയിലാണ്. എന്നാൽ ശ്രീഭൂത ബലിക്കോ ശ്രീബലിക്കോ ഇല്ല, ആവശ്യമില്ല. കാരണം മൂർത്തിയെ പൂർണ്ണമായിട്ടല്ല, മൂർത്തിയുടെ ഒരു കലയെ മാത്രമേ എടുക്കുന്നുള്ളൂ. മനസ്സിലായി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പം പൂർണ്ണമായിട്ടുള്ള ഒരു സംരക്ഷണം വേണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രാണപ്രതിഷ്ഠ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. വെറുതെ ഒരു യന്ത്രം ഒരു ആകൃതിയിൽ ഉണ്ടാക്കി വെച്ചാൽ അവിടെ ഒരു ദേവതാധിവാസം ഉണ്ടാവാൻ ഒരു വിഷമവുമില്ല. അപ്പോൾ അതിനോട് സംബന്ധമായിട്ട് കുറച്ചധികം ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്.
നമ്മളിപ്പോൾ വീട്ടിൽ എല്ലാവരും ഹിന്ദുക്കൾ എല്ലാവരും തന്നെ ഫോട്ടോകൾ വെക്കാറുണ്ട്, അത് ഈശ്വരന്മാരുടെ ഫോട്ടോകൾ വെക്കാറുണ്ട്. ചിലരൊക്കെ യന്ത്രങ്ങൾ വാങ്ങി വെക്കാറുണ്ട്, അതിൻ്റെ മുന്നിൽ എന്നും വിളക്ക് കത്തിക്കാറുണ്ട്, ചിലരൊക്കെ മാല ചാർത്താറുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ തോതിൽ അവരെ കൊണ്ട് സാധിക്കുന്ന പൂജകൾ ചെയ്യാറുണ്ട്. ഇത് ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ഒരുവിധപ്പെട്ട ഹിന്ദുക്കളെല്ലാം ഇന്ന് ജീവിക്കുന്നതെന്ന് വേണം കരുതാൻ. പക്ഷേ നമ്മളുടെ മൂർത്തികളൊന്നും തന്നെ നിഗ്രഹകലയുള്ളവരല്ല, അതായത് വെറുതെ ഒരാളെ ശിക്ഷിക്കാനിരിക്കുന്നവരല്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൽ എത്രത്തോളം അപകടമുണ്ട്, അല്ലെ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പദ്ധതിയിൽ കൃത്യമായിട്ടുള്ള ഉപദേശം കിട്ടാത്തതുകൊണ്ടാണ്. എവിടെയാണ് ഒരു മന്ത്രം പിഴയ്ക്കുമ്പോൾ എവിടെ നിന്നാണ് ശിക്ഷ? ദേവതയിൽ നിന്നാണോ, മന്ത്രത്തിലെ ഋഷിയിൽ നിന്നാണോ, ഋഷി പരമ്പരകളിൽ നിന്നാണോ ശിക്ഷ വരുന്നത്? നമ്മൾ സ്കൂളിൽ ഒരു ഹോംവർക്ക് തെറ്റിച്ചാൽ നിങ്ങളെ ശിക്ഷിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണോ, സ്കൂളിലെ ടീച്ചറാണോ, ഹെഡ് മാഷാണോ? അതുപോലെയാണ് മന്ത്രദ്രഷ്ടാവായ ഋഷിക്കാണ് അതിൻ്റെ അധികാരം. മന്ത്രദ്രഷ്ടാവായ ഋഷിയുടെ ഗുരുശാപമാണ് ശരിക്കും ഇവരെ പിന്തുടരുന്നത്. ഈ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നതിനൊക്കെ എന്ത് കുഴപ്പം? ഒരു ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭദ്രകാളിയുടെ ഒരു ഫോട്ടോ വെച്ചു, ഞാൻ ഭദ്രകാളിയുടെ ഫോട്ടോ വെച്ചു. അതിപ്പോൾ വളരെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് അതാണ് പശുക്കൾ എന്ന് പറയും നമ്മളവരെ. പശുസമ ബുദ്ധികളാണ്, അവർക്ക് തൊഴാൻ മാത്രമേ പറ്റുള്ളൂ. ഒരാൾ പറയുന്നതനുസരിച്ച് ഞാൻ അവരെ കളിയാക്കിക്കൊണ്ട് തന്നെ പറയും, നിങ്ങൾ അതിൽ നിന്ന് മുക്തരാവുന്നു. ഈ പദ്ധതികൾ മുഴുവൻ ആചാര്യന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് വീരോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പശുവായിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ വീരോപാസനയിലേക്കും ദിവ്യോപാസനയിലേക്കും പോകാനാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പോവാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നവരെ നമ്മൾ എന്ത് പറയും? മറ്റേ ജഗ്ഗി വാസുദേവ് പറഞ്ഞതുപോലെ മുമ്പിൽ മനുഷ്യനാണെങ്കിൽ ഹോണടിച്ചാൽ മതി, എരുമയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ താങ്കൾ പറയുന്നത് അങ്ങനെ നമ്മളിപ്പോൾ വീട്ടിലൊരു വിഗ്രഹം വാങ്ങി വെക്കുന്നത് കൊണ്ട്, കാരണം എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുണ്ട്. പലരും പറയുന്നത് വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അതിൽ ചൈതന്യം വരും, അത് പിന്നെ ഭയങ്കര കുടുംബം നശിച്ചു പോകുമെന്ന് വരെ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന പലതിനെയും എടുത്ത് ആറ്റിൽ കളയുക, അല്ലെങ്കിൽ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിക്കുന്ന ചടങ്ങുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അപകടകരമാണ് അങ്ങനെ വെക്കുന്നതിൽ? രണ്ടും അപകടമാണ്. മുമ്പ് കളഞ്ഞത് വലിയ അപകടത്തിൽ കലാശിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാതെ ഈ മന്ദാരത്തിലൊക്കെയുള്ള ഗന്ധർവൻ്റെ ശയനപഞ്ചങ്ങൾ എടുത്തുകൊണ്ടുവന്ന് പരദേവതയായിട്ടൊക്കെ പൂജിച്ചിരുന്നതാണ് ഗന്ധർവനെയൊക്കെ. ആ ഗന്ധർവനെയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞു. അപ്പോൾ പിന്നീട് കബഡി വെച്ച് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ തുടങ്ങി കഴിയുമ്പോൾ ജ്യോത്സ്യന്മാരൊക്കെ വന്ന് കബഡി വയ്ക്കും. അപ്പം അതിൽ ദൈവജ്ഞന്മാരും ഉണ്ട്, പ്രശ്നക്കാരും ഉണ്ട്. ഈ വിഭാഗത്തിൽ ദൈവജ്ഞന്മാരായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇതിന് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ നിലവിലുള്ള പ്രശ്നത്തെ വലിയൊരു പ്രശ്നമാക്കി മാറ്റിത്തരും. അപ്പോൾ അവർ കബഡി വയ്ക്കുമ്പോൾ ചിലപ്പോൾ സുബ്രഹ്മണ്യനായിട്ടൊക്കെ തോന്നും. ലക്ഷണങ്ങൾ ഒരുപോലെ വരും. ലക്ഷണമല്ല, പഠിത്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പിന്നെ ദൈവാധീനം, ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം എന്തിനും ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറവുണ്ട്. ഇത് സുബ്രഹ്മണ്യനായിട്ടൊക്കെ വിചാരിച്ച് സുബ്രഹ്മണ്യനെ പ്രദർശിക്കാൻ പറയും. അപ്പോഴും അത് മറ്റേതവിടെ കിടക്കുക. അപ്പോൾ പിന്നെ ഇതിനാൽ ലയിപ്പിക്കാൻ ശ്രമം നടത്തും. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ കൂടെ ഇത് കടന്നു പോകും. അപ്പം നിലവിലുള്ളതൊന്നും എടുത്ത് കളയരുത്. എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ, ഞാൻ ആളെയൊന്നും പറയില്ല, എൻ്റെ ഡീറ്റെയിൽസ് എവിടെയാണെന്നും പറയില്ല, ചട്ടമ്പിസ്വാമി തിരുവടികൾ വരച്ചു കൊടുത്ത ശ്രീചക്രം വെള്ളിത്തകിടിൽ വരച്ചത്. സ്വാമികൾ എവിടെയെങ്കിലും വരച്ചെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ആ ശ്രീചക്രം വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ ജ്യോത്സ്യൻ ആവശ്യപ്പെട്ടു. ആ കൂടെ ഭദ്രകാളിയുടെ ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു, എണ്ണച്ചായ ചിത്രമാണ്. ഇത് രണ്ടും അവരുടെ കാരണവരുടെ കാലത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഒരു ഉടവാള്. ഈ 3 സാധനം കൂടെ എടുത്ത് മാറ്റണം. നിങ്ങൾക്ക് വിവാഹ ജീവിതം ഭംഗിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റണം. അപ്പം എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, തൻ്റെ അച്ഛനും അമ്മയും നന്നായിട്ടല്ലേ ജീവിച്ചേ? അതെ. അവരുടെ മുത്തശ്ശന്മാരോ? അതെ. ആ കാലത്തുള്ള ആ ചക്രം ഇതുവരെ അതിന് കുഴപ്പമൊന്നും വന്നില്ല. 2-3 തലമുറയ്ക്ക് കുഴപ്പം വന്നില്ല. ഇപ്പോൾ കുഴപ്പം വന്നെങ്കിൽ തൻ്റെ കുഴപ്പമാണ്. അപ്പോൾ എന്നാലും മാറ്റണം. ഞാൻ പറഞ്ഞു, എന്താ തീരുമാനം? അത് കളയണം, കടലിൽ ഒഴുക്കാനാണ് പറഞ്ഞത്. ഞാൻ കടലിൽ ഒഴുക്കണ്ട, താൻ എനിക്ക് തന്നു. കാരണം അത് ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഐതിഹ്യമലയിലുള്ള സാമൂതിരിയുടെ തോളിൻ്റെ വേദനയാണ്, ലക്ഷ്മി നൃത്തം ചെയ്യുന്ന വേദനയാണ്. ഈ ഒരു ചോദ്യമാണ്. കാരണം ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീട്ടിലൊരു ഒരു ചിത്രം വയ്ക്കുന്നത് കൊണ്ടോ ഒരു വിഗ്രഹം വെച്ച് നമ്മൾ മന്ത്രവും കൂടാതെ, ഇപ്പോൾ മന്ത്രദ്രഷ്ടാവായ ഋഷിക്ക് നമ്മൾ മന്ത്രം തെറ്റുമ്പോഴാണല്ലോ പ്രശ്നം വരിക. നമ്മൾ നമ്മളുടെ ദേവത അല്ലെങ്കിൽ നമ്മളുടെ ഭഗവാൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ പൂജ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല എന്നല്ലേ? നോക്കൂ, വിഗ്രഹം ഒരു വിഗ്രഹത്തിൻ്റേതായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തിനാണ് ഈ കണക്ക്? ഒരു വിഗ്രഹം ഉണ്ടാക്കുമ്പം ഒരു 4.5 അടി പൊക്കമുള്ള വിഗ്രഹം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. ഇതങ്ങനെയല്ല. ഇത്ര യവം,
ഇത്ര ദശതാല വിഗ്രഹം, നവതാല വിഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ കണക്ക് പറയുന്നു. ഏത് യവത്തിലാണോ അതിനനുസരിച്ചാണ് അതിൻ്റെ യോനിയെ ചിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഏത് ദിക്കിലേക്ക് വെക്കാം. അപ്പം ധ്വജയോനി എന്ന് പറയുന്ന കണക്കിലേക്ക് കൊണ്ടുവന്നാൽ സർവ്വസമ്മതമാണ്, എല്ലാ ദിക്കിലേക്കും നമുക്ക് ധ്വജയോനി വെക്കാം. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഉത്സവമൂർത്തി. ഉത്സവമൂർത്തിയെ എടുത്ത് നമ്മൾ എല്ലാ ദിക്കിലേക്കും കൊണ്ടുപോകും. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാം തിരിയും. ഉത്സവമൂർത്തിയെ ചിലപ്പോൾ ചെരിച്ചും മറിച്ചും ഒക്കെ പിടിക്കും. ആനയുടെ മുകളിൽ കയറുമ്പോൾ ചെരിച്ചാൽ കയറുന്നു. അപ്പം ഇതൊന്നും തന്നെയും അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കണക്ക് ധ്വജയോനിയിലാണ് ചെയ്യുന്നത്. മനസ്സിലായി. എന്തിനാണ് ധ്വജയോനിയിൽ? അതേ സമയത്ത് ഒരു ഉഴവ് ശില എടുത്ത് പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട, കണക്ക് നോക്കാറില്ല. എന്തുകൊണ്ടാണ്? മുങ്ങിയെടുത്ത് വയ്ക്കുന്ന ഒരു ശിലയ്ക്ക് കണക്ക് നോക്കിയല്ല പ്രതിഷ്ഠിക്കുന്നത്. മനുഷ്യൻ്റെ കൈ തൊടുമ്പോഴേ ഉള്ളൂ ഇതിന് പോരായിക. പ്രകൃതിയാൽ ലയം വന്ന ഒരു വസ്തുവിന് പിന്നീട് പോരായികയില്ല. നമ്മുടെ കൈ തൊടുമ്പം ഇതിൻ്റെ ലയം പോവാണ്. പിന്നീട് ഇതിനെ ലയിപ്പിക്കണമെങ്കിൽ ഈ കണക്കിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇതിനെ ഒരു ലയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അത് അന്ന് ആചാര്യന്മാർ തീരുമാനിച്ചതാണ് ഈ കണക്കുകൾ. അത് ഓരോ പ്രദേശത്തിനും ഓരോ കണക്കാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 72 സെൻറ്റിമീറ്റർ ഒരു കോലായിട്ട് ഒറ്റ കണക്കായിട്ട് തീരുമാനിച്ച് കേരളം മുഴുവൻ ഈ ഒറ്റ കണക്കിലാണ് പോകുന്നത്. പലയിടത്തും അമ്പലങ്ങൾ മരണച്ചിട്ടാണ്. സ്ഥലവും സമയവും അനുസരിച്ച് ഇതിൻ്റെ മാറ്റം വരുമെന്നുള്ളത് അടിസ്ഥാന നിയമം മാറുന്നില്ല. കാരണം എന്താണെന്ന് പറയുമോ? കേരളം മോളിൽ നിന്ന് ഇങ്ങോട്ട്, അവിടെ നിന്ന് വടക്ക് നിന്ന് ഇങ്ങോട്ട് ചെരുവാ. അതെ. അതുകൊണ്ടാണ് പണ്ട് ആലുവപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് മാത്രമേ യാഗങ്ങൾക്കും ഒക്കെയുള്ള പറ്റിയ ഭൂമിയായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. ഇങ്ങോട്ടൊന്നും കണക്കാക്കിയിട്ടില്ല. തെക്കോട്ട് ഇപ്പോഴും നോക്കിക്കോ, ഇപ്പോഴും പല തെക്കുള്ള ക്ഷേത്രങ്ങളിൽ പോലും വടക്കുള്ള 10 ഇല്ലത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ശാന്തി കഴിക്കണം എന്നൊക്കെ നിയമം ഇപ്പോഴും ഇല്ലേ? നിയമങ്ങളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരെയില്ലേ? അതെ. അത് വരാനുള്ള കാരണം എന്താണ്? ഈ ഭൂമിശാസ്ത്രപരമായ പ്രശ്നം കൊണ്ടാണ്. അപ്പം വിളയുന്നതും എല്ലാം തന്നെയും ആളുകളുടെ സ്വഭാവം, സകല സംവിധാനങ്ങളും ഇതിനെ ബേസ് ചെയ്താണ് ഉണ്ടാകുന്നത്. കാലാവസ്ഥ അടക്കം വ്യത്യാസമാണ്. എല്ലാം വ്യത്യാസമാണ്. നമുക്ക് കണ്ടറിയാമല്ലോ. ഇപ്പം കണ്ണൂർ പ്രദേശത്ത് നിന്ന് കിട്ടുന്ന വെട്ടുകല്ല് ബാക്കി തിരുവനന്തപുരം ഭാഗത്ത് കിട്ടുമോ? കിട്ടില്ല. ഇവിടെ കിട്ടുന്ന കരിമണൽ അങ്ങോട്ട് കിട്ടുമോ? അതെ. അപ്പോൾ ആ കണക്ക് വിളയുന്ന തേങ്ങ പോലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് യവക്കണക്കിലാണ് ഇതിനെ ചിട്ടപ്പെടുത്തിയത്. ഏറ്റവും മൈന്യൂട്ട് കണക്ക്. ആ യവക്കണക്കിൽ നിന്നിട്ടാണ് അങ്കുലത്തെ ഉണ്ടാക്കിയത്. അങ്കുലത്തിൽ നിന്നാണ് കോലുണ്ടാക്കിയത്. അപ്പോൾ പലയിടത്തും 73.4, 71.9, 72, 72.4 ഒക്കെ ആയിരിക്കും സെൻറ്റിമീറ്റർ കണക്ക്. അത് ആ പ്രദേശത്തെ സ്ഥപതിക്ക് നിശ്ചയിച്ചു കൊടുത്ത കണക്കാണ്. അത് ഗുരു ശിഷ്യൻ ആ ക്ഷേത്രം പണിയുന്ന സമയത്ത് ആ കണക്ക് തീരുമാനിച്ച് ആ ദേശക്ഷേത്രത്തെ അല്ലെങ്കിൽ ആ ഗ്രാമദേവതയെ ക്ഷേത്രത്തെ പണിത് ആ കോൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് മുഴക്കോൽ അവിടെ വെച്ചിട്ടുണ്ടാവും. എന്തിനാണ് മുഴക്കോൽ വെച്ചിരിക്കുന്നത്? നാളെ പണിയുന്ന ഗൃഹങ്ങൾ മുതൽ സകല സാധനങ്ങളും വെയിറ്റിംഗ് ഷെഡ് വരെ കണക്കിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി. അപ്പോൾ ചില്ലറ ബുദ്ധിയായിരുന്നോ? അതാണിപ്പോൾ ഏകീകരിക്കുക. അത് എന്തിനാണ് ഉണ്ടാക്കി വയ്ക്കുക? അതാണ് ഏറ്റവും രസം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞോടെ അങ്ങോട്ടേക്ക് കരിങ്ങാലിയിലാണ് ഉണ്ടാക്കുക, വടക്കോട്ട്. തെക്കോട്ടല്ല, അടയ്ക്കാമരവാരിയിലാണ്. ദ്രവിച്ചു പോകാതിരിക്കാൻ. വളയരുത്, ചുരുങ്ങരുത്. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇതുപോലെ നമ്മൾ ടേപ്പ് പോലെ കുറച്ച് കഴിയുമ്പോൾ ടേപ്പ് 1 മീറ്ററിന് 1.5 മീറ്റർ ആവും. പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പ് വലിഞ്ഞു പോകും. ഞാൻ വീട് വെച്ചപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റി. അതുപോലെ ഈ ചൂട് കയറുമ്പോഴും തണുപ്പ് മാറുമ്പോഴും ഒക്കെ ഇത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വസ്തുക്കളെ കൊണ്ടാണ് ഇതുണ്ടാക്കി. കാലാതിവർത്തിയായിട്ട് മുഴക്കോലിരിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ കാണിച്ചുതരാം. കാലാതിവർത്തിയായിട്ട് എന്ന് വെച്ചാൽ ഒരു 300 കൊല്ലെങ്കിലും ആയി ആ മുഴക്കോൽ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ നിന്ന് തീരുമാനിച്ച് പണിത തറവാടുകളും ഇല്ലങ്ങളും പത്തായപ്പുരകളും ഉള്ള സ്ഥലം എനിക്കറിയാം. ആ കണക്കിൽ നിന്ന് എടുത്താണ്. ഇപ്പോഴും ബുദ്ധിയുള്ള സ്ഥപതിമാർ ആദ്യം തീരുമാനിക്കുന്ന ആ ക്ഷേത്രത്തിലെ കണക്കാണ്. വെറുതെ ഒരു കട്ടളപ്പടി അളന്നാൽ പോലും അകത്തിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ കണക്കറിയാൻ പറ്റുന്ന വിധത്തിൽ ബുദ്ധിയുള്ള ആളുകൾ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. അത് പറ്റാത്തവർ ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായി. ഒറ്റ പ്രശ്നം, നമ്മൾ ആരെ തീരുമാനിക്കുന്നു, ഏതാളെ നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് ഉപയോഗിക്കുന്ന ആള് ദൈവജ്ഞന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ഥപതിക്കും ദൈവാധീനവും. സ്ഥപതി ദൈവജ്ഞൻ തന്നെയല്ലേ? അതെ. സ്ഥപതി ആരാണ്? ഈ കെട്ടിടങ്ങൾ മുഴുവൻ പണിത വിശ്വകർമ്മകൾ. ആ ജോയിൻറ്റുകളൊക്കെ കാണണം. ചില അമ്പലങ്ങളിലേക്ക് പോയിട്ട് കഴുക്കോലൊക്കെ ചേർത്തിരിക്കുന്നത്, ആ കൂട്ടുകഴുക്കോലുണ്ടല്ലോ വൃത്താകാരത്തിലുള്ള,
അതിലേക്ക് വന്നത് ചേരുന്ന അതിൻ്റെ ഭംഗി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു യോഗ സാധന ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആനന്ദമില്ലേ, ആ ഒരൊറ്റ ദർശനം കൊണ്ട് കിട്ടും. അത്രയും എങ്ങനെ ഇവരിത് അത്ഭുതപ്പെട്ടിട്ടേ. കാരണം ഇത് ഈ മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ ഈ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാൻ? അന്നത്തെ അതപ്പം നമ്മൾ അതുകൊണ്ടല്ലേ അവരെ ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ പണി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ദക്ഷിണയും ദാനവും എല്ലാം കൊടുക്കണം. അപ്പം പലരും പറയും ഇവരെ പിന്നെ ആരും പരിഗണിക്കില്ല. എൻ്റെ വീട്ടിലൊരു കട്ടിൽ പണിത് തന്നു, നല്ല ഭംഗിയായിട്ട് പണിത് തന്നു. ആ കട്ടിൽ ഞാനല്ലേ കിടക്കുന്നത്, പണിത് സ്ഥപതിയാണ്. പിന്നെ സ്ഥപതിക്ക് ദക്ഷിണയും ദാനം കൊടുത്തുകൂടി അദ്ദേഹം അടുത്ത പണിക്ക് പോയി. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളും. അവർ വിഗ്രഹങ്ങൾ പണിതു, അല്ലെങ്കിൽ ഇതെല്ലാം പണിതു, അവർ ദാനവും ദക്ഷിണയും വാങ്ങി അവരുടെ കർമ്മത്തെ അവസാനിപ്പിച്ച് അവർ പോയി. അല്ലാണ്ട് പിന്നീട് വന്ന് അവരെ കയറ്റായിയൊന്നുമില്ല.